അപ്പോൾ നിങ്ങളിവിടെ ചൂസ് ചെയ്തേക്കുന്ന 7 സോങ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. അപ്പോൾ സോങ്സിന്റെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെ അതിന്റെ ഒരു രീതി ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മലയാളം സിനിമകളിലെന്ന് പറഞ്ഞാൽ സോങ്ങിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ ഒരു എല്ലാ ടൈപ്പ് ഓഫ് ഇപ്പം എക്സാമ്പിൾ ജാസ്, ബ്ലൂംസ്, അതുകൊണ്ട് ടാങ്കോ പോലുള്ള മ്യൂസിക്കുകളാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ 7 മ്യൂസിക്കുകളാണ് വന്നിരിക്കുന്നത്. അപ്പം മ്യൂസിക് മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഒരുപാടധികം ഡാൻസ് കണ്ടൻറ്റുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാളും ഇപ്പോൾ ഒരുപാട് മലയാളം മൂവീസിൽ ഒരുപാടധികം സോങ്സ് ഉണ്ട്. ഇപ്പം ഇഷ്ടമുള്ള റാപ്പ് ഉണ്ടാവും, വെസ്റ്റേൺ മ്യൂസിക് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു ജേണേഴ്സ് ഫസ്റ്റ് ടൈം ആയിരിക്കും മലയാളത്തിൽ വരിക. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിലും എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം ഒരു പുതിയൊരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഒരു 7 മ്യൂസിക്കുള്ളൊരു മൂവിയിൽ ഒരു നായകനായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നതിൽ ഞാൻ ഒരുപാട് പ്രൗഡാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പറയുന്ന ഓഡിയൻസ് എല്ലാവരും ഏത് ടൈപ്പ് ഓഫ് മ്യൂസിക്കുകളും അക്സെപ്റ്റ് ചെയ്യും. ബിക്കോസ് എല്ലാവർക്കും ഇപ്പോൾ തന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സരിഗമയാണ് നമ്മുടെ മ്യൂസിക് പാർട്ട്ണർ വരുന്നത്. അപ്പോൾ ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് മൂവീസാണ് സരിഗമ ഓൾറെഡി അടിച്ചത്, എല്ലാവർക്കും അറിയാം സരിഗമയാണ്. അങ്ങനെ അപ്പം നമ്മുടെ സോങ്സ് കേട്ടപ്പോൾ തന്നെ അവർ ഇഷ്ടപ്പെട്ട് നമ്മളുടെ സോങ്സ് അവർ തന്നെ പർച്ചേസ് ചെയ്തു.